ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ലൊരു ബ്രൗണീസിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴവും അതുപോലെ തന്നെ ഓട്സും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൗണി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ 2 പഴുത്ത പഴമാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ റോബസ്റ്റർ പഴമില്ല, അതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അതെടുത്താൽ മതി. അത് നല്ലോണം ഒന്ന് പഴുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ നമ്മൾ ഫോർക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ നല്ല മുട്ടയൊക്കെ നല്ല മിക്സായിട്ട് വരും. ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മുട്ടയും പഴവും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമ്മൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൊക്കോ പൗഡർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കട്ട ആവാണ്ട് നല്ല രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഓട്സാണ് കേട്ടോ വേണ്ടത്. മൈദൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഓട്സ്, അതുപോലെ തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണേ. അതിനുശേഷം നമ്മൾ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ പഴമൊക്കെ ഉടക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം ഈ ഓട്സും അതുപോലെ തന്നെ മിൽക്കും കൂടെ അവിടെ സോക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഓട്സൊക്കെ നല്ല സോക്കായിട്ട് വരും പാലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതെല്ലാവരും ചെയ്ത് വെക്കണേ ഫസ്റ്റ് തന്നെ, എന്നിട്ടേ പഴം ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഓട്സും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ കൊക്കോ ചിപ്സ് ഇല്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രൗണിയാണ് കേട്ടോ ഇത്. അപ്പം ഓട്സും അതൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ നല്ല ടേസ്റ്റായിട്ട് അതുപോലെ തന്നെ ഇഷ്ടത്തോടെ കഴിച്ചോളും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓട്സിൻ്റെ എല്ലാവരും മറക്കാണ്ട് ഫസ്റ്റ് തന്നെ അത് ചെയ്ത് വെക്കണേ, ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തതല്ല, അപ്പം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രൗണിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികളൊക്കെ ഓട്സ് ഇതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ സ്കൂളിലേക്കും കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ബ്രൗണി തന്നെ ഉണ്ടായത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാനിവിടെ നട്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിക്കും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിൽ അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്, ഓവനിലല്ല ചെയ്തിട്ടുള്ളത്. ബേക്കിംഗ് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രൗണി തന്നെയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.